ഹൈവേ അതോറിറ്റിയുടെ ഒരു ക്രൂരതയുടെ വാർത്ത നമുക്കൊന്ന് കാണണം. രണ്ടംഗ കുടുംബത്തിന്റെ വീട്ടിലേക്കുള്ള വഴി കെട്ടിയടച്ചിരിക്കുകയാണ് അധികൃതർ. മലയോര ഹൈവേയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന വെള്ളനാട് കുടപ്പനമൂടാണ് ഇത്തരമൊരു നെറികെട്ട പണി ഹൈവേ അധികൃതർ ഒപ്പിച്ചിരിക്കുന്നത്. MLA ഉൾപ്പെടെയുള്ളവരോട് കെഞ്ചിക്കേൺ അപേക്ഷിച്ചിട്ടും കണ്ട ഭാവം പോലും അധികൃതർ നടിച്ചില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും പാർട്ടി ശിങ്കിടികൾക്കും എൻ്റെ വീട്ടിലും പരിസരത്തും പ്രവേശനമില്ല. നെടുമങ്ങാട് പാറശാല മലയോര ഹൈവേ പണി നടക്കുന്ന ഭാഗത്തൂടെ പോകുമ്പോൾ കള്ളിക്കാട് കഴിഞ്ഞ് വെള്ളറട എത്തുന്നതിന് മുൻപ് ഒരു വീടിൻ്റെ മുന്നിൽ കാണുന്ന പോസ്റ്ററാണ്. ഒരു പോസ്റ്ററല്ല, നിരവധി പോസ്റ്ററുകൾ അത്തരത്തിലുണ്ട്. എന്തുകൊണ്ട് അത്തരമൊരു പോസ്റ്റർ ഇവിടെ പതിഞ്ഞു എന്നുള്ളത് വാക്കുകൾ കൊണ്ട് പറയുന്നില്ല, ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് അത് കാണിച്ചു തരാം. വെള്ളനാട് കുടപ്പനമൂട് സ്വദേശി ഷിജിലിനും ഭാര്യയ്ക്കുമാണ് ഈ ദുർഗതി. വീട്ടിലേക്ക് വഴി നൽകാതെ ഹൈവേയുടെ പാർശ്വഭിത്തി കെട്ടിപ്പൊക്കിയിരിക്കുകയാണ് അധികൃതർ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കണമെങ്കിൽ സമീപത്തെ മറ്റൊരു വസ്തുവിലൂടെ വേണം പോകാൻ. ആ വസ്തു കെട്ടിയടയ്ക്കുകയോ മറ്റോ ചെയ്താൽ ഈ കുടുംബം അക്ഷരാർത്ഥത്തിൽ വഴിയില്ലാതെ നട്ടം തിരിയും. വീട്ടിലേക്ക് ഇറങ്ങാൻ വഴി ചോദിച്ചിട്ട് അവർ തരുന്നില്ല. നമ്മൾ നേരത്തെ ഇറങ്ങിയ വഴി കൂടെ ഇറങ്ങാനാണ് പറയുന്നത്. അത് അടുത്തൊരാളുടെ കണ്ടമാണ്. അപ്പോൾ അതുവഴി നമുക്ക് എപ്പോഴും ഇറങ്ങാൻ പറ്റൂലല്ലോ. അവർ നാളെ ഒരു സമയം വേറെ എന്തെങ്കിലും വീട് വയ്ക്കുകയോ വേറെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് അതുവഴി എപ്പോഴും ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുമായിട്ട് ഇവിടെ ഉദ്യോഗസ്ഥരെ സമീപിച്ചപ്പോൾ അവർ വഴി തരാൻ പറ്റില്ല, നിങ്ങൾ ഇറങ്ങിയ വഴിയെ ഇറങ്ങിയാൽ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇറങ്ങും, അതാണ് നമ്മൾ ചോദിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായ ഫണ്ട് കൂടി ചേർത്ത് നിർമ്മിച്ച വീടാണിത്. കൂലിപ്പണിക്കാരനാണ് ഷിജിലാൽ. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിരാഹാരം കിടന്നാണ് വീട് നിർമ്മാണത്തിന് ഷിജിലാൽ ഫണ്ട് നേടിയെടുത്തത്. അതിലുള്ള പ്രതികാരം തീർക്കുകയാണെന്ന സംശയവും ഷിജിലാലിനുണ്ട്. ഞാനിപ്പോൾ ഒരാൾ ഇറങ്ങുന്ന വഴിയാണ് ചോദിക്കുന്നത്. എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഇറങ്ങാൻ ഒരാൾ ഇറങ്ങി വരാമെന്നുള്ള വഴി, ആ സ്ഥലം ഞാൻ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാലും അവർ വഴി തരുന്നില്ലെന്നാണ് പറയുന്നത്. MLA വിളിച്ചിരുന്നു. MLA പറഞ്ഞ് വഴി തരുമെന്ന്. ഇപ്പോൾ 11 അടിയും കെട്ടിപ്പൊക്കി. അപ്പോൾ ഇനി എങ്ങനെ വഴി തരും? കെട്ടി തുടങ്ങിയപ്പോൾ 3 പാർട്ടിക്കാർ ഇവിടെ വന്നിരുന്നു. 3 പാർട്ടിക്കാരും പറഞ്ഞത് വഴി തരുന്നില്ലെങ്കിൽ നമ്മളിവിടെ സമരം ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോഴും ഇലക്ഷൻ സമയമായിരുന്നു. ഇവർ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇവരെ ഒന്നും കണ്ടു കിട്ടില്ല. അതാണ് സങ്കടം. നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇവരെ വീട്ടുകളിൽ പോകണം. നമ്മൾ ഈ വീട്ടിലേക്ക് വഴി നിഷേധിക്കുന്ന അധികൃതർ സമീപത്തെ മറ്റു വീടുകളിൽ വാഹനം ഇറങ്ങിച്ചെല്ലാൻ വിധത്തിൽ വഴി സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നിരാഹാരം കിടന്നാണ് ഷിജില് ഈ വീട് ഒപ്പിച്ചത്. നാട്ടുകാർക്ക് വഴി വന്നപ്പോൾ വീട്ടുകാർക്ക് വഴിയില്ലെന്ന് പറഞ്ഞ അവസ്ഥ. ചതിയാണ്, കൊലച്ചതിയാണ് അധികൃതർ ഈ കുടുംബത്തോട് ചെയ്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനുവിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.